അതിർത്തിയൊക്കെ അശാന്തമായി നിൽക്കുമ്പോൾ ഇന്ത്യയുടെ നേർക്ക് ഫത്താ മിസൈലും യുദ്ധവിമാനവും പ്രയോഗിച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ പ്രതികാരം വീട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ സാഹചര്യത്തിൽ സൈനിക മേധാവിയെ തന്നെ പട്ടാളം കുഴിമൂടി പുതച്ചെന്നുള്ള ആക്ഷേപമാണ് പാക്കിന് കേട്ടുകൊണ്ടിരിക്കേണ്ടി വരുന്നത്. ഇന്ത്യക്ക് നേരെ പാകിസ്ഥാൻ ഫത്താ മിസൈൽ ഉപയോഗിച്ചു എന്നുള്ളത് കേന്ദ്ര സർക്കാർ തന്നെ സ്ഥിരീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ക്ഷമയുടെ നെല്ലിപ്പലക താണ്ടിയിരിക്കുന്നു. എല്ലാ പരിധിയും ലംഘിച്ചുകൊണ്ട് പാകിസ്ഥാൻ പ്രകോപനം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പടിഞ്ഞാറൻ അതിർത്തിയിൽ ഡ്രോണുകളും ദീർഘദൂര ആയുധങ്ങളും യുദ്ധവിമാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് പ്രകോപനം നടത്തുന്നുവെന്നാണ് സൈന്യം വ്യക്തമാക്കുന്നത്. ജനവാസ കേന്ദ്രങ്ങളെയും ഒപ്പം സൈനിക കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ടാണ് ഈ ആക്രമണം നടത്തിയതായും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയും കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും ചേർന്ന വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ടായിരുന്നു. ഏകദേശം 26ഓളം മേഖലകൾ, ശ്രീനഗർ മുതൽ നലിയ വരെയുള്ള ഇടങ്ങൾ പാകിസ്ഥാന്റെ ഡ്രോൺ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. എന്നാൽ ഇവയൊക്കെ തന്നെ ഫലപ്രദമായി ഇന്ത്യൻ സൈന്യം പ്രതിരോധിച്ചു, ശക്തമായി ചേർത്തുനിന്ന് തോൽപ്പിച്ചു. എന്നിരുന്നാൽ പോലും ഉധംപൂർ, പഥാൻകോട്ട്, ആദംപൂർ, ഭൂജ് എന്നിവിടങ്ങളിലെ വ്യോമത്താവളങ്ങളിൽ ചെറിയ തോതിലുള്ള നാശനഷ്ടങ്ങളും ചില സൈനികർക്ക് പരിക്ക് സംഭവിക്കുന്ന വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. പഞ്ചാബിലെ വിവിധ വ്യോമത്താവളങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് അതിവേഗ മിസൈൽ ആക്രമണങ്ങളും പാകിസ്ഥാൻ നടത്തിയിട്ടുണ്ട്. ശ്രീനഗറിലെയും അവന്തിപ്പോരയിലെയും ഉധംപൂരിലെയും വ്യോമത്താവളങ്ങൾക്ക് സമീപത്തുള്ള മെഡിക്കൽ സെന്ററിലും സ്കൂളുകളിലും പാകിസ്ഥാന്റെ ആക്രമണം ഉണ്ടായതായി സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പാകിസ്ഥാന്റെ ഏറ്റവും ഭീരുത്വം നിറഞ്ഞ ഒരു രീതി തന്നെയാണ് ജനവാസ കേന്ദ്രങ്ങളെ ലക്ഷ്യമിടുക എന്നുള്ളത്. അതിനുള്ള കർശനമായ തിരിച്ചടിയെന്നോണം ഇന്ത്യയും പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങളെയും പാകിസ്ഥാന്റെ പ്രധാന തന്ത്രപ്രധാന മേഖലകളെയും നിയന്ത്രിതവും കൃത്യവുമായിട്ടുള്ള തിരിച്ചടിയാണ് നൽകിയിരുന്നത്. റഫീഖി, മുറീദ്, ചക്ലാല, റഹീം യാർ ഖാൻ, സൂക്കൂർ എന്നിവിടങ്ങളിൽ യുദ്ധവിമാനങ്ങളിൽ നിന്നും എയർ ലോഞ്ച് ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണമാണ് ഇന്ത്യ നടത്തിയത്. സിയാൽകോട്ട്, പസ്രൂർ എന്നിവിടങ്ങളിലെ റഡാർ സ്റ്റേഷനുകളും ഇന്ത്യ തകർത്ത് നാമാവശേഷമാക്കിയിട്ടുണ്ട്. പാകിസ്ഥാനെതിരായിട്ടുള്ള പോരാട്ടം ഇനിയും കടുപ്പിക്കാൻ തന്നെയാണ് ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി ഒരു തുടക്കമെന്ന രീതിയിൽ ഇന്ത്യൻ യുദ്ധക്കപ്പൽ കറാച്ചിയിലേക്ക് നീങ്ങിയതായിട്ടുള്ള സൂചനകൾ നേരത്തെ തന്നെ ലഭിച്ചിട്ടുണ്ട്. 8 ദിവസം മുൻപ് തന്നെ കറാച്ചിയിലേക്ക് പോകാൻ യുദ്ധക്കപ്പൽ തയ്യാറായി തന്നെ നിൽക്കുകയാണ്. ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ അടക്കം ഈ കപ്പലിലുണ്ടെന്നാണ് ലഭിക്കുന്ന സൂചന. പാകിസ്ഥാനെ കടലിൽ നിന്നും ആക്രമിച്ച് ചാരമാക്കുക എന്ന ലക്ഷ്യത്തിലൂന്നി തന്നെയാണ് ഇന്ത്യ കുതിക്കുന്നത്. 1971 ശേഷം കറാച്ചി തുറമുഖത്തെ ലക്ഷ്യമാക്കി ഇന്ത്യ നടത്തുന്ന ഒരു സൈനിക നീക്കമായി തന്നെ ഇതിനെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും. അന്ന് പുതിയൊരു രാജ്യത്തിന്റെ പിറവി ഉണ്ടായെങ്കിൽ ഇന്ന് പാകിസ്ഥാൻ എന്ന രാജ്യത്തിന്റെ തന്നെ അവസാനമായിരിക്കുമെന്ന സന്ദേശമാണ് നൽകേണ്ടത്. കറാച്ചി തുറമുഖത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യൻ സേന മിസൈൽ ആക്രമണം നടത്തിയെന്ന വാർത്ത പൂർണ്ണമായും തള്ളി പാകിസ്ഥാൻ തന്നെ രംഗത്ത് വന്നിരുന്നു. എന്നാൽ കറാച്ചി ഇന്നലെ ആക്രമിച്ചിരുന്നോ ഇല്ലയോ എന്നുള്ളത് വ്യക്തമായി ഇന്ത്യയും പറഞ്ഞിട്ടില്ല. പാകിസ്ഥാനിലെ തന്ത്രപ്രധാന നഗരമായിട്ടുള്ള കറാച്ചിയെ വീഴ്ത്തിയായിരുന്നു 1971 യുദ്ധത്തിൽ ഇന്ത്യ പാകിസ്ഥാനെ തകർത്തതും ബംഗ്ലാദേശിന് പിറവി കൊടുത്തതും. ഇതേ യുദ്ധതന്ത്രം 2025 പുറത്തെടുക്കേണ്ട സാഹചര്യത്തിലേക്കാണ് പാകിസ്ഥാൻ നമ്മളെ തള്ളിവിടുന്നത്. അതിനുവേണ്ടിയാണ് യുദ്ധക്കപ്പൽ കറാച്ചി തുറമുഖം ലക്ഷ്യമാക്കി യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാന്റെ ഡ്രോൺ ആക്രമണം തുടർന്ന സാഹചര്യത്തിൽ അതിനെ തിരിച്ചടിക്കാൻ നാവികസേനയും സുസജ്ജമായി തന്നെ രംഗത്തുണ്ട്. ഇന്ത്യൻ യുദ്ധക്കപ്പലുകൾ കറാച്ചി ലക്ഷ്യമാക്കി പുറപ്പെട്ടുവെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ അടക്കം ഘടിപ്പിച്ച യുദ്ധക്കപ്പലുകൾ കറാച്ചി തുറമുഖം ലക്ഷ്യമിട്ട് യാത്ര തിരിച്ചു. ഇന്ത്യക്ക് നേരെ കടുത്ത ആക്രമണം അഴിച്ചുവിട്ട പാകിസ്ഥാനെ കൃത്യമായൊരു പാഠം പഠിപ്പിക്കാൻ തന്നെയാണ് ഈ നീക്കം നടത്തുന്നത്. അതിർത്തിയിൽ അതിരൂക്ഷമായ വെടിവെപ്പ് തുടങ്ങിയതിന് തൊട്ടുപിറകെ ജമ്മു കാശ്മീരിലും സമീപ മേഖലകളിലുമായി ഡ്രോൺ ആക്രമണത്തിലൂടെ തുർക്കി നിർമ്മിത ഡ്രോണുകളുമായി പാകിസ്ഥാൻ നരനായാട്ട് തുടങ്ങുകയാണ്. പാകിസ്ഥാനെതിരെ ഇന്ത്യ ശക്തമായി തിരിച്ചടിക്കുന്നുണ്ടെന്നാണ് പ്രതിരോധ വൃത്തങ്ങൾ പറയുന്നത്. അന്താരാഷ്ട്ര അതിർത്തിയിലും നിയന്ത്രണ രേഖയിലുമൊക്കെ സൈന്യം പാകിസ്ഥാന് ശക്തമായ തിരിച്ചടി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. രാത്രി ജമ്മുവിലേക്ക് മാത്രം 100-ലധികം ഡ്രോണുകൾ ഇന്നലെ എത്തിച്ചേർന്നിരുന്നു. പാക് ഡ്രോണുകളെ നിലംതൊടിക്കാതെയാണ് ഇന്ത്യൻ സൈന്യം ശക്തമായി പ്രതിരോധം തീർത്തത്. പാകിസ്ഥാനെ എന്തുകൊണ്ട് കറാച്ചിയിലെത്തി ഇന്ത്യ ആക്രമിക്കാൻ തയ്യാറെടുക്കുന്നു എന്ന് ചോദിച്ചാൽ പാക്കിന്റെ നട്ടല്ലായി തന്നെയാണ് കറാച്ചി തുറമുഖത്തെ അറിയപ്പെടുന്നത്. രാജ്യത്താകമാനം നടക്കുന്ന ഷിപ്പിംഗിന്റെ 60% കടന്നു പോകുന്നത് കറാച്ചി തുറമുഖത്തിലൂടെയാണ്. പാകിസ്ഥാന്റെ നികുതി വരുമാനത്തിന്റെ 35% നൽകുന്ന നഗരം കറാച്ചി തുറമുഖമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്. പാകിസ്ഥാന്റെ വ്യാപാരത്തിന്റെ 60% ഈ തുറമുഖത്തിലൂടെ കടന്നു പോകുന്നത് തറക്കാൻ തന്നെ ഇന്ത്യക്ക് സാധിച്ചാൽ പാകിസ്ഥാൻ പൂർണ്ണമായും തകർന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരും. പാകിസ്ഥാനിലെ പ്രധാന റിഫൈനറി അടക്കം സ്ഥിതി ചെയ്യുന്നത് കറാച്ചിയിലാണ്. കറാച്ചി തുറമുഖം തകർന്നു കഴിഞ്ഞാൽ
അതിഭീകരമായ ആഘാതം തന്നെയാണ് പാകിസ്ഥാനെ സംബന്ധിച്ചുണ്ടാകുന്നത്. 1971 യുദ്ധത്തിൽ പാകിസ്ഥാനെ ഇന്ത്യ മുട്ടുകുത്തിച്ചതും അന്ന് കറാച്ചിയെ വീഴ്ത്തിയായിരുന്നു. അന്ന് ഇന്ത്യൻ നാവികസേന നടത്തിയ മിന്നലാക്രമണത്തിലൂടെ കറാച്ചി തുറമുഖത്തിന് സംഭവിച്ച കേടുപാടുകൾ വളരെ ഭീമമായിരുന്നു. തുറമുഖത്തുണ്ടായിരുന്ന നിരവധി കപ്പലുകളാണ് ഇന്ത്യൻ നാവികസേന കടലിൽ മുക്കിക്കളഞ്ഞത്. അന്നത്തെ സോവിയറ്റ് യൂണിയനിൽ നിന്നും ഇന്ത്യൻ നാവികസേന വാങ്ങിയ മിസൈൽ ബോട്ടുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ആക്രമണം നടത്തിയത്. നാവികസേനയും തിരിച്ചടിക്ക് സജ്ജമായി തന്നെ അറബിക്കടലിൽ യുദ്ധക്കപ്പലുകൾ വിന്യസിച്ച് കഴിഞ്ഞിട്ടുണ്ട്. സമുദ്ര പെട്രോളിംഗ് വിമാനങ്ങളും കപ്പൽ സഹായ വിമാനങ്ങളുമുള്ള വെസ്റ്റേൺ ഫ്ലീറ്റിന്റെ എല്ലാ പ്രവർത്തനക്ഷമമായ മുൻനിര യുദ്ധക്കപ്പലുകളും കടലിലുണ്ടെന്നുള്ള റിപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. സർക്കാരിന്റെ നിർദ്ദേശം കിട്ടിയാൽ ആ നിമിഷം തന്നെ പാകിസ്ഥാൻ സർക്കാരിന്, പാകിസ്ഥാൻ നാവികസേനയ്ക്ക് അതിഭീകരമായ തിരിച്ചടി നൽകാനാണ് ഇന്ത്യ തയ്യാറെടുക്കുന്നത്. രാജ്യത്തിനകത്തും പുറത്തും അതിർത്തിയിലും ഒക്കെ തന്നെ സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണ് അങ്ങനെ പാകിസ്ഥാൻ നിലവിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിന് പിറകെ ഷഹ്ബാസ് ഷെരീഫ് സർക്കാരിന് തലവേദന സൃഷ്ടിച്ചുകൊണ്ട് രാജ്യത്തിനകത്ത് തന്നെയുള്ള ആഭ്യന്തര കലാപം, സായുധ സംഘങ്ങൾ ശക്തി പ്രാപിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ ലഭിക്കുന്നു. പാകിസ്ഥാനിലെ തന്നെ ഏറ്റവും വലിയ പ്രവിശ്യകളിലൊന്നായിട്ടുള്ള ബലൂചിസ്ഥാനെ സ്വതന്ത്രമാക്കാൻ വേണ്ടി തന്നെയാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഈ സാഹചര്യത്തെ മുതലെടുക്കുന്നത്. ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ ബോളൻ കെച്ച് മേഖലകളിൽ നടന്ന 2 വ്യത്യസ്ത ആക്രമണങ്ങളുടെ ഉത്തരവാദിത്വവും കഴിഞ്ഞ ദിവസം ബലൂജ് ലിബറേഷൻ ആർമി ഏറ്റെടുത്ത് കഴിഞ്ഞു. ഇതിൽ 14 പാക് സൈനികർ കൊല്ലപ്പെട്ടുവെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ആദ്യത്തെ ആക്രമണത്തിൽ ബോലനിലെ മാച്ച് പ്രദേശത്തെ ഷോർക്കന്തറിൽ വെച്ച് BLAയുടെ സ്പെഷ്യൽ ടാക്ടിക്കൽ ഓപ്പറേഷൻ സ്ക്വാഡ് പാക് സൈനിക വ്യൂഹത്തിന് നേരെ റിമോട്ട് നിയന്ത്രിത IED ആക്രമണമായിരുന്നു നടത്തിയത്. വാഹനത്തിലുണ്ടായിരുന്ന 12 സൈനികരും കൊല്ലപ്പെട്ടു. ഇതിൽ സ്പെഷ്യൽ ഓപ്പറേഷൻസ് കമാൻഡർ താരിഖ് ഇമ്രാൻ, സുബേദാർ ഉമർ ഫാറൂഖ് എന്നിവരും ഉൾപ്പെടുന്നുണ്ട്. സൈനിക വാഹനം സ്ഫോടനത്തിൽ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ഇതുകൂടാതെ മറ്റൊരു ഓപ്പറേഷനിൽ കച്ചിലെ കുലാഗ് ട്രിഗാൻ പ്രദേശത്ത് പാക് സൈന്യത്തിന്റെ ബോംബ് ഡിസ്പോസൽ സ്ക്വാഡിനെ BLA ലക്ഷ്യമിട്ട് കഴിഞ്ഞു. ക്ലിയറൻസ് മിഷൻ നടത്തുന്നതിനിടയിൽ ബുധനാഴ്ച ഉച്ചയ്ക്ക് 2:40 റിമോട്ട് നിയന്ത്രിത IED സ്ഫോടനത്തിലൂടെ ഇവരെ കൊലപ്പെടുത്തിയത്. ബലൂജ് മണ്ണിന്റെ സ്വാതന്ത്ര്യ പോരാളികളുടെ ആക്രമണങ്ങൾ കൂടുതൽ ശക്തിയോടെ തുടരുമെന്നാണ് ബലൂജ് ലിബറേഷൻ ആർമി വക്താവ് ഇതിനോടകം തന്നെ പ്രതികരിച്ച് കഴിഞ്ഞിരിക്കുന്നത്. വിഘടനവാദി ഗ്രൂപ്പുകൾ സ്വാതന്ത്ര്യം തേടുന്ന ബലൂചിസ്ഥാനിൽ നിലനിൽക്കുന്ന ആഴത്തിലുള്ള സംഘർഷത്തിലേക്ക് സമീപകാല ആക്രമണങ്ങൾ വിരൽ ചൂണ്ടുന്നുണ്ട്. രാഷ്ട്രീയമായിട്ടുള്ള പുറന്തള്ളൽ, സാമ്പത്തികമായ ചൂഷണം, വ്യവസ്ഥാപിതമായിട്ടുള്ള മനുഷ്യാവകാശ ലംഘനങ്ങൾ, ചൈനയുടെ കടന്നുകയറ്റം, ഇതൊക്കെ തന്നെ ആരോപിച്ചുകൊണ്ടാണ് ഈ ഗ്രൂപ്പുകൾ പാകിസ്ഥാൻ ഭരണകൂടത്തിനെതിരെ കാലാകാലങ്ങളായി പോരാടിക്കൊണ്ടിരിക്കുന്നത്. ബലൂചിസ്ഥാൻ പ്രകൃതി വിഭവങ്ങളുടെ സമ്പന്നതയിൽ അറിയപ്പെടുന്ന ഒരു മേഖലയാണെങ്കിൽ പോലും അതിൻ്റെ ലാഭം പാകിസ്ഥാൻ സർക്കാരും വിദേശ സ്ഥാപനങ്ങളും കൊയ്യുന്നു എന്നാണ് ആരോപണം. ഇത് പ്രാദേശിക ജനങ്ങളെ ദാരിദ്ര്യത്തിലും പട്ടിണിയിലും അവഗണനയിലും ഒക്കെ തന്നെ തള്ളിവിടുന്നുവെന്നും ഈ ഗ്രൂപ്പുകൾ വാദിക്കുന്നുണ്ട്. ഈ മേഖലയിലെ കനത്ത സൈനിക സാന്നിധ്യം സംരക്ഷണമല്ല, മറിച്ച് തങ്ങളെ അടിച്ചമർത്താൻ വേണ്ടിയിട്ടാണ് നടത്തുന്നതെന്നാണ് പ്രാദേശിക ജനങ്ങൾ ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശക്തമായി തന്നെ തിരിച്ചടിക്കാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. ബലൂചിസ്ഥാൻ മാത്രമല്ല, അഫ്ഗാൻ അതിർത്തിയിലും അസ്വസ്ഥതകൾ പാകിസ്ഥാന് വലിയ വെല്ലുവിളി തന്നെയാണ്. ഈ പ്രശ്നങ്ങൾ പാകിസ്ഥാൻ സൈന്യത്തിന്റെ ശ്രദ്ധ പൂർണ്ണമായും ഇന്ത്യൻ അതിർത്തിയിലേക്ക് കേന്ദ്രീകരിക്കുന്നതിന് വലിയ തടസ്സമായി തന്നെ മാറുമെന്നാണ് മനസ്സിലാക്കേണ്ടത്.